ഇൻസൈഡർ സി എസ് ഐയുടെ 14-ാമത് എപ്പിസോഡിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. നിങ്ങൾ നൽകി വരുന്ന നിർലോഭ സഹകരണങ്ങൾക്കും പ്രോത്സാഹനങ്ങൾക്കും നന്ദി. 13-ാമത് എപ്പിസോഡിൻ്റെ അവസാനത്തെ ഭാഗത്ത് നമ്മുടെ വസ്തുക്കൾ, നമ്മുടെ കെട്ടിടങ്ങൾ, നമ്മുടെ സമ്പത്ത്, നമ്മുടെ മെഡിക്കൽ കോളേജ്, എന്നിട്ടും നമ്മുടെ കുട്ടികൾക്ക് എന്തുകൊണ്ട് MBBS PG കോഴ്സുകൾക്ക് അഡ്മിഷൻ ലഭിക്കുന്നില്ല എന്ന് സംബന്ധിച്ച് മഹായുടെ സെക്രട്ടറി പത്രക്കാരുടെ മുമ്പിൽ നടത്തിയ ദീനരോധനത്തിനുള്ള ഒരു മറുപടിയുമായി ഞാൻ നിങ്ങളുടെ മുമ്പിൽ അടുത്ത എപ്പിസോഡിൽ വരും എന്ന് പറഞ്ഞിരുന്നത് ഓർക്കുമല്ലോ. 28/1/2026 SIUC പ്രതിനിധി സമ്മേളനം എന്ന പേരിൽ ഒരു അവകാശ സംരക്ഷണ സമ്മേളനം നടത്തിയത് സംബന്ധിച്ച് അറിഞ്ഞയുടൻ തന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞ വാക്ക് പാലിക്കണം എന്ന് എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ ലഭ്യമായ വിവരങ്ങളുമായിട്ട് നിങ്ങളുടെ മുമ്പിൽ ആയിരിക്കുന്നത്. SIUC ആയിട്ട് പുലബന്ധം പോലുമില്ലാത്ത വ്യക്തികളെ അണിനിരത്തി തിരുവനന്തപുരം കൺവെൻഷന് വേണ്ടി നിർമ്മിച്ച പന്തലിൽ SIUC അവകാശ സംരക്ഷണ സമ്മേളനം നടത്തി മഹായിടവയുടെ ഔദ്യോഗിക ഭാരവാഹികൾക്ക് പോലും ഡയസിൽ ഇരിക്കാൻ ഇരിപ്പിടം കിട്ടാതെ അപഹാസ്യരായത് എന്തിന് എന്നത് സംബന്ധിച്ച് വിശദവിവരങ്ങൾ ഞാൻ ഈ എപ്പിസോഡിൻ്റെ അവസാനത്തെ ഭാഗത്ത് നിങ്ങളോട് പറയും. SIUC അവകാശ നിഷേധിക്കുന്നത് സംബന്ധിച്ചും ലഭിക്കാത്തത് സംബന്ധിച്ചും വാതോരാതെ പ്രസംഗിക്കുകയും പത്രക്കാരുടെ മുമ്പിൽ മുതലക്കണ്ണീർ പൊഴിക്കുകയും ചെയ്യുന്നവരുടെ പൊള്ളത്തരം മനസ്സിലാക്കുന്നതിന് കാട്ടാക്കട കോളേജ്, ക്രിസ്ത്യൻ കോളേജ്, ബിഷപ്പ് യേശുദാസൻ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് മുളയറ, അതുപോലെ തന്നെ LMS കോർപ്പറേറ്റ് മാനേജറുടെ കീഴിൽ വരുന്ന എയ്ഡഡ് സ്ഥാപനങ്ങളിൽ 8/12/2020 മുതൽ കഴിഞ്ഞ 29/11/25 വരെയുള്ള കാലയളവിൽ നടത്തിയ നിയമനങ്ങൾ എത്ര എന്ന് അറിയുമ്പോഴാണ് നാം എത്രമാത്രം അവഹേളിക്കപ്പെട്ടു അല്ലെങ്കിൽ കബളിപ്പിക്കപ്പെട്ടു എന്ന് അറിയുന്നത്. അവ ആധികാരികമായി ഭരണക്കാരിൽ നിന്ന് തന്നെ അറിയുന്നതിന് വേണ്ടി ഞാൻ 2025 വിവരാവകാശ നിയമത്തിൻ്റെ വ്യവസ്ഥകൾ പ്രകാരം ഈ പറഞ്ഞ സ്ഥാപനത്തിലെ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർമാരോട് രേഖാമൂലം ആവശ്യപ്പെട്ടിരുന്നു. കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജിൽ നിന്ന് മാത്രമാണ് എനിക്ക് 246 രൂപ അടയ്ക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് കത്ത് ലഭിച്ചത്. അതനുസരിച്ച് ഞാൻ പൈസ അടച്ച് ചെലാൻ അയച്ചു കൊടുക്കുകയും ചെയ്തു. എന്നാലും വിവരങ്ങൾ ഇതുവരെ എൻ്റെ കയ്യിൽ ലഭ്യമായിട്ടില്ല. എന്നാൽ മുളയറ ബിഷപ്പ് യേശുദാസൻ ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ നിന്നും ലഭിച്ച മറുപടിയിൽ മാനേജ്മെൻറ്റാണ് അഡ്മിഷനെല്ലാം നടത്തുന്നത് കൊണ്ട് അവിടെ വിവരങ്ങളൊന്നും ലഭ്യമല്ല എന്ന് അറിയിച്ചിരുന്നു. കോർപ്പറേറ്റ് മാനേജറുടെ ഓഫീസിലെ ഇൻഫർമേഷൻ ഓഫീസർ കത്ത് കൈപ്പറ്റിയെങ്കിലും അദ്ദേഹം ഇതൊന്നും അറിഞ്ഞ മട്ടില്ല. ഇവ രണ്ടിനും ഞാൻ ഒന്നാം അപ്പീലായിട്ട് മാനേജർമാർക്ക് തന്നെ ഇത് അയച്ചു കൊടുത്തിട്ടുണ്ട്, അപ്പീൽ അയച്ചു കൊടുത്തിട്ടുണ്ട്. ഒന്നാം അപ്പീൽ സമർപ്പിച്ച മുളയറ ബിഷപ്പ് യേശുദാസൻ ആർട്സ് ആൻഡ് സയൻസ് കോളേജിൻ്റെ ഫയല് മഹായുടെ സെക്രട്ടറിയുടെ മുമ്പാകെ വന്നപ്പോൾ ശ്രീ TT പ്രവീൺ 2026 ജനുവരി മാസം 22-ാം തീയതി രാവിലെ 11:28 എൻ്റെ വാട്സാപ്പിൽ ഒരു മിസ് കോൾ ചെയ്തു. ഞാൻ ഉടൻ തന്നെ 11:29 തന്നെ തിരികെ വിളിച്ചു. നമ്മൾ തമ്മിൽ 13 മിനിറ്റുകൾ സംസാരിച്ചു. കാൾ കട്ട് ആയെങ്കിലും വീണ്ടും 1 മിനിറ്റ് കൂടെ സംസാരിച്ചു. സംസാരം സൗഹാർദ്ദപരം എന്ന് തോന്നുന്ന തരത്തിലാണ് ആരംഭിച്ചതെങ്കിലും സംഭാഷണം പുരോഗമിച്ച് വന്നപ്പോൾ എനിക്കും എൻ്റെ മകനുമെതിരെയുള്ള വധഭീഷണിയാണ് അദ്ദേഹം നടത്തിയത്. അദ്ദേഹം എന്നോട്, നിങ്ങൾക്ക് വയസ്സുകാലത്ത് ഈ വിവരങ്ങളൊക്കെ അറിഞ്ഞിട്ട് എന്ത് കാര്യം, നിങ്ങൾക്ക് എന്താണ് ആവശ്യം എന്ന് പറഞ്ഞാൽ ഞാനത് തരാം, ജീവിക്കാൻ അനുവദിച്ചില്ലെങ്കിൽ നിങ്ങളുടെ കാലടിച്ചൊടിക്കും എന്ന് എന്നെ ഭീഷണിപ്പെടുത്തി. വയസ്സായ എന്നെ അങ്ങ് എടുത്താൽ മതി എന്ന എൻ്റെ മറുപടിക്ക് വയസ്സായ സാറിനെ തൊട്ട് എന്തിന് നാരണം, എനിക്ക് സാറിൻ്റെ മകനെ മതി എന്ന് പറഞ്ഞു. 2 കുഞ്ഞുങ്ങളുടെ പിതാവായ അവനെ എന്തിന് എന്ന എൻ്റെ ചോദ്യത്തിന് അത് പിന്നെ മനസ്സിലായിക്കോളും എന്ന് പറഞ്ഞ് കാൾ കട്ട് ചെയ്തു. 13 മിനിറ്റുകൾ സംസാരിച്ച മുഴുവൻ വിവരങ്ങളും
സമയപരിധി മൂലം എനിക്ക് ഇപ്പോൾ പറയാൻ കഴിയുന്നില്ല. ഞാൻ മുകളിൽ പറഞ്ഞ 3 എയ്ഡഡ് സ്ഥാപനങ്ങളിൽ നിന്നും സാധ്യമായ എല്ലാ തസ്തികകളിലേക്കും SIUC-ക്കാരെ മാത്രം നിയമിച്ചിരുന്നെങ്കിൽ വിവരാവകാശപ്രകാരമുള്ള എൻ്റെ ചോദ്യത്തിന് വധഭീഷണിയല്ല, ശരിയായ മറുപടി തന്നെ അദ്ദേഹത്തിന് തരാമായിരുന്നു. ഈ ഭീഷണി കൊണ്ടൊന്നും പിൻവാങ്ങുന്നതിന് ഞാൻ ഉദ്ദേശിക്കുന്നില്ല. നിയമപരമായി ചെയ്യുവാൻ കഴിയുന്നത് ഞാൻ ഇനിയും ചെയ്യും. നമുക്ക് വരദാനമായി ലഭിച്ച SIUC അവകാശം സ്വസമുദായത്തിന് നിഷേധിച്ചിട്ട് കാലാകാലങ്ങളായി നടത്തുന്ന വഞ്ചനയുടെ ചുരുളഴിയുന്നതിൽ ആരെങ്കിലും അസ്വസ്ഥരാകുന്നെങ്കിൽ അതിന് ഞാൻ ഉത്തരവാദിയല്ല. എൻ്റെ വായ് മൂടിക്കെട്ടിയാലും ഞാൻ പ്രസിദ്ധീകരിക്കുന്ന ഇൻസൈഡർ CSI എന്ന പുസ്തകം ജനങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കും. കാരക്കുളം മെഡിക്കൽ കോളേജിൽ നമ്മുടെ കുട്ടികൾക്ക് MBBS-ന് അഡ്മിഷൻ കിട്ടാതെ പോയത് സംബന്ധിച്ച വിവരങ്ങളാണ് ഞാനിന്ന് നിങ്ങളോട് പങ്കുവയ്ക്കുന്നത്. ഇതിനു മുമ്പും ഇത് സംബന്ധിച്ച് കാരക്കുളം മെഡിക്കൽ കോളേജ് വിശേഷങ്ങൾ എന്ന ശീർഷകത്തിൽ നിരവധി എപ്പിസോഡുകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. അവയെല്ലാം യൂട്യൂബിൽ ഇന്നും ലഭ്യമാണ്. 1955 ട്രാവൻകൂർ കൊച്ചിൻ ചാരിറ്റബിൾ സൊസൈറ്റീസ് രജിസ്ട്രേഷൻ ആക്ടിലെ വ്യവസ്ഥകൾ പ്രകാരം 27.76 നമ്പറായി രജിസ്റ്റർ ചെയ്യപ്പെട്ട CSI സൗത്ത് കേരള മെഡിക്കൽ മിഷൻ ഓഫ് ദി സൗത്ത് കേരള ഡയോസിസ് ഓഫ് ദി ചർച്ച് ഓഫ് സൗത്ത് ഇന്ത്യ അഥവാ സൗത്ത് കേരള മെഡിക്കൽ മിഷൻ എന്ന രജിസ്റ്റേർഡ് സൊസൈറ്റിക്കാണ് മെഡിക്കൽ കോളേജിൻ്റെ ഭരണ നിർവഹണം. എന്നാൽ തോക്കെടുത്തവരൊക്കെ വേട്ടക്കാരെന്നതാണ് അവിടുത്തെ സ്ഥിതി. മഹാഇടവക കാര്യനിർവഹണ സമിതിയാണ് ഈ സൊസൈറ്റിയുടെ ജനറൽ ബോഡി. അവിടെ നടക്കുന്നതൊന്നും പാവം അവരാരും അറിയാറുമില്ല. ഞാൻ സഹകരണ വകുപ്പിൽ നിന്നും ജോയിൻറ്റ് ഡയറക്ടർ ഓഫ് കോഓപ്പറേറ്റീവ് ഓഡിറ്റായി വിരമിച്ച ശേഷം 2010 ഒക്ടോബർ മാസം മുതൽ 1 വർഷം ഓഡിറ്ററായും 16/12/2019 മുതൽ 18/1/21 വരെ അവിടെ അഡ്മിനിസ്ട്രേറ്റർ കം ജനറൽ സൂപ്രണ്ടായും ജോലി ചെയ്തപ്പോൾ ലഭിച്ച പ്രായോഗിക അറിവിൻ്റെയും ലഭ്യമായ രേഖകളുടെ അടിസ്ഥാനത്തിൽ മെഡിക്കൽ കോളേജ് സ്ഥാപിതമായതുകൊണ്ട് മെഡിക്കൽ വിദ്യാഭ്യാസ രംഗത്ത് SIUC വിഭാഗത്തിന് എന്ത് ഗുണം ലഭിച്ചു എന്ന് മനസ്സിലാക്കുന്നതിന് സാധിച്ചു. അതാണ് ഇന്ന് ഞാൻ മാന്യ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നത്. ഞാൻ കഴിഞ്ഞ എപ്പിസോഡുകളിൽ നിങ്ങളുമായി സംസാരിച്ച സർക്കാർ അഗ്രിമെൻറ്റുകളും ഉത്തരവുകളും പ്രകാരം മൈനോരിറ്റിയെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ നിന്നും WPC 22,168/2018 നമ്പർ കേസിൽ 31/10/2018 ഒരു വിധി വരുന്നതുവരെ 100% സീറ്റിലും കോളേജ് സ്ഥാപിച്ച് നടത്തി വരുന്ന മൈനോരിറ്റി വിഭാഗത്തിന് അഡ്മിഷൻ നടത്തുന്നതിന് അവസരം ഉണ്ടായിരുന്നു. എന്നാൽ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ യഥാർത്ഥത്തിൽ ഫയൽ ചെയ്തത് നമ്മുടെ കോളേജിന് എതിരെ ആയിരുന്നില്ല. എന്നാൽ മുസ്ലിം സമുദായത്തിലെ അവാന്തര വിഭാഗങ്ങളെക്കുറിച്ചുള്ള തർക്കം തീർപ്പാക്കുന്നതിനിടയിൽ ക്രിസ്ത്യൻ വിഭാഗങ്ങൾ നൽകുന്ന മത സർട്ടിഫിക്കറ്റിൻ്റെ കാര്യം ജഡ്ജ്മെൻറ്റിൽ പരാമർശിക്കപ്പെട്ടു പോയതാണ് എന്ന് മാത്രമല്ല, ഒരു മൈനോരിറ്റി വിഭാഗം അതിനുള്ളിൽ അവാന്തര വിഭാഗങ്ങളെ സൃഷ്ടിച്ച് ഓരോരുത്തർക്കും പ്രത്യേകം സംവരണം ഏർപ്പെടുത്തരുത് എന്നതായിരുന്നു പ്രസ്തുത ഉത്തരവിൻ്റെ കാതൽ. ഇന്ത്യൻ ഭരണഘടന ആർട്ടിക്കിൾ 29, 30 എന്നിവയിൽ പരാമർശിക്കുന്ന മൈനോരിറ്റി സംബന്ധിച്ച രാജ്യത്തെ വിവിധ കോടതികൾ പുറപ്പെടുവിച്ച വിധിന്യായങ്ങളെ ഉദ്ധരിച്ചുകൊണ്ടാണ് പ്രസ്തുത വിധി. ഈ വിധിക്കെതിരെ അന്നത്തെ ഭരണസമിതി യഥാസമയം അപ്പീൽ ഫയൽ ചെയ്യുകയോ സർക്കാരിൽ രാഷ്ട്രീയമായി സ്വാധീനം ചെലുത്തി അവകാശം തിരിച്ചു വാങ്ങുന്നതിനോ ആരും തയ്യാറായില്ല. എന്നാൽ വെല്ലൂർ ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജിന് ഈ നിബന്ധനകളിൽ നിന്നൊക്കെ ബഹുമാനപ്പെട്ട കോടതി ഉത്തരവ് പ്രകാരം ഒഴിവാക്കിയതുപോലെ കാരക്കുളം മെഡിക്കൽ കോളേജിനും ഒഴിവാക്കി വാങ്ങാമായിരുന്നു. പ്രൊഫസർ വത്സൻ തമ്പു കേന്ദ്ര ന്യൂനപക്ഷ കമ്മീഷൻ അധ്യക്ഷനായിരിക്കുമ്പോഴാണ് കാരക്കുളം മെഡിക്കൽ കോളേജിന് മൈനോരിറ്റി പദവി ലഭിച്ചത് എന്നാണ് എൻ്റെ ഓർമ്മ. അദ്ദേഹത്തെ മഹാഇടവക കൺവെൻഷനിൽ പ്രാസംഗികനായി ആനയും അമ്പാരിയും വെച്ച് പല്ലക്കിലെടുത്ത് ചുവന്ന പരവതാനി വിരിച്ച് കൊണ്ടുവന്ന് നടത്തിയ പ്രകടനങ്ങൾ നമ്മൾ കണ്ടതാണ്. ആ വത്സൻ തമ്പുവിൻ്റെ
ഇപ്പോഴത്തെ വാക്കുകളും നമ്മൾ ഇടതടവില്ലാതെ ശ്രദ്ധിക്കുകയാണ്. ക്രിസ്ത്യൻ മൈനോറിറ്റി സർട്ടിഫിക്കറ്റിൽ കാരക്കോണം മെഡിക്കൽ കോളേജ് ഒരു ക്രിസ്ത്യൻ മൈനോറിറ്റി സ്ഥാപനം ആണെന്ന് മാത്രമേ സർട്ടിഫൈ ചെയ്തിട്ടുള്ളൂ. അതല്ലാതെ SIUC ക്രിസ്ത്യൻ മൈനോറിറ്റി സ്ഥാപനം എന്ന് ആരും ഒരിടത്തും സർട്ടിഫൈ ചെയ്തിട്ടില്ല. ആയതിനാൽ തന്നെ സർവ്വലോക ക്രിസ്ത്യാനികൾക്കും ഈ കോളേജിൽ മൈനോറിറ്റി സ്റ്റാറ്റസിൽ അഡ്മിഷന് അർഹതയുണ്ട് എന്നും അഡ്മിഷൻ അപ്രകാരം തന്നെ നടത്തണമെന്നും കോടതി വിധികളുടെ അടിസ്ഥാനത്തിൽ സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ച് നടപ്പിലാക്കി. ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ പരാമർശിത ഉത്തരവ് ചുവടുപിടിച്ച് കേരള സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ച 2017 NEET റാങ്ക് ലിസ്റ്റ് നിലവിൽ വരുന്നതുവരെ മാനേജ്മെൻറ്റുകൾക്ക് 100% സീറ്റുകളിലുമോ സർക്കാർ കരാറിൽ ഏർപ്പെടുന്ന പക്ഷം 50% സീറ്റുകളിലോ അഡ്മിഷൻ നടത്താമായിരുന്നു. 2002 കോളേജ് തുടങ്ങിയത് മുതൽ 2018 വരെ ആകെ 17 വർഷം നടത്തിയ 1800 MBBS സീറ്റുകളിൽ അഡ്മിഷനുകളിൽ മാനേജ്മെൻറ്റ് കോട്ടയിൽ സർക്കാർ കരാർ പ്രകാരം 50:50 അനുപാതത്തിൽ 50% വരുന്ന 900 സീറ്റുകൾ SIUC വിഭാഗത്തിന് അഡ്മിഷൻ നടത്താമായിരുന്നു. എങ്കിലും പണമോഹികളായ തീവട്ടിക്കൊള്ളക്കാർ കച്ചവടത്തിന് ഉതകുന്ന തരത്തിൽ സീറ്റ് മാട്രിക്സ് നിർമ്മിച്ച് സർക്കാരിൻ്റെ അനുമതിയും നേടി അഡ്മിഷൻ നടത്തിയപ്പോൾ SIUC-കാരായ വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ ലഭിച്ച വെറും 258 മാർക്ക് മാത്രമാണ്. ഇതിൽ ഉയർന്ന ഫീസ് ഈടാക്കുന്ന NRI സീറ്റുകളും ഉൾപ്പെടും. SIUC-കാരന് ഉയർന്ന നിരക്കിൽ NRI സീറ്റും ഇതര വിഭാഗങ്ങൾക്ക് കുറഞ്ഞ നിരക്കിൽ സംവരണ സീറ്റും എന്നതായിരുന്നു അന്നത്തെ മാനേജ്മെൻറ്റിൻ്റെ നയം. സീറ്റ് മാട്രിക്സിൽ വിചിത്രമായ സംവരണം കേട്ടാൽ കച്ചവടത്തിൻ്റെ കരുതൽ മനസ്സിലാവും. മിഷണറിമാരുടെ മക്കൾ, പ്രസ്ബിറ്റർമാരുടെ മക്കൾ, വിധവമാരുടെ മക്കൾ, മഹായിടവക ജീവനക്കാരുടെ മക്കൾ, ക്രിസ്ത്യൻ മതാനുസാരികളുടെ മക്കൾ എന്ന് വേണ്ട സകല CSI-കാരുടെയും മക്കൾ എന്നിങ്ങനെ നീളുന്നു ആ പട്ടിക. ഇവർക്കൊക്കെയുള്ള സംവരണം SIUC വിഭാഗത്തിന് ഉള്ളതിനേക്കാൾ എത്രയെങ്കിലും ഇരട്ടി അധികമായിരിക്കും. മഹായിടവകയുടെ ആത്മീയാചാര്യനാകുവാൻ കഠിനാധ്വാനം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വൈദികൻ തനിക്കില്ലാത്ത SIUC കൺവീനർ സ്ഥാനം ഉപയോഗിച്ച് എല്ലാ കള്ള SIUC സർട്ടിഫിക്കറ്റുകൾക്കും ക്ലീൻ ചിറ്റ് നൽകി തീവെട്ടിക്കൊള്ളയ്ക്ക് ഒത്താശ ചെയ്തു കൊടുത്തു. 900-ൽ ബാക്കി 642 സീറ്റുകളും കച്ചവടക്കാരായ കാര്യസ്ഥന്മാർ തന്നിഷ്ടപ്രകാരം രൂപപ്പെടുത്തിയ പ്രോസ്പെക്ടസിൻ്റെയും സീറ്റ് മാട്രിക്സിൻ്റെയും അടിസ്ഥാനത്തിൽ കോടിക്കണക്കിന് രൂപയ്ക്ക് വിൽക്കുകയും പ്രോസ്പെക്ടസിൻ്റെ കാര്യത്തിൽ സീറ്റ് മാട്രിക്സിൻ്റെ കാര്യത്തിലോ ഒരു കമ്മിറ്റികളും അത് അംഗീകരിക്കുകയോ ചർച്ച ചെയ്യുകയോ അംഗീകരിക്കുകയോ ചെയ്തതായിട്ട് കാണാൻ നമുക്കിതുവരെ കഴിഞ്ഞിട്ടില്ല. അതിനെ ആരും ഇതുവരെ ചോദ്യം ചെയ്തിട്ടുമില്ല. അന്നത്തെ അവസ്ഥയനുസരിച്ച് 1800 സീറ്റുകളിൽ മൈനോറിറ്റി അവകാശപ്രകാരം എടുക്കാതെ വന്ന നിമിത്തം SIUC വിദ്യാർത്ഥികൾക്ക് ലഭിച്ച അഡ്മിഷൻ NRI ഉൾപ്പെടെ വെറും 14.3% മാത്രമാണ്. മോങ്ങാനിരുന്ന പട്ടിയുടെ തലയിൽ തേങ്ങ വീണുവെന്ന് പറയും പോലെയാണ് പരാമർശിത കോടതി വിധിയും തുടർന്ന് വന്ന സർക്കാർ ഉത്തരവുകളും നിമിത്തം സംവരണം നഷ്ടപ്പെടുത്തിയത് ആര് എന്ന വിവാദത്തിലേക്ക് ശ്രദ്ധ തിരിക്കുന്നതിന് തട്ടിപ്പ് വീരന്മാർക്ക് കഴിഞ്ഞു എന്നതാണ് സത്യം. 100% സീറ്റും നമ്മുടെ SIUC വിദ്യാർത്ഥികൾക്ക് നൽകാതെ കോടികൾക്ക് വിറ്റ് കീശ വീർപ്പിച്ചവരെക്കുറിച്ച് ആരും ഒരക്ഷരവും ഉരിയാടുന്നില്ല. ദീപസ്തംഭം മഹാച്ചരി, നമുക്കും കിട്ടണം പണം, അത്ര തന്നെ. എന്നാൽ ആണ്ടുബലി പോലെ SIUC സംവരണ റാലി നടത്തുന്നതിനും അതിൻ്റെ പേരിൽ കോടികൾ പിരിക്കുന്നതിനും കണക്കും വഴക്കമില്ലാതെ അവ ചെലവാക്കുന്നതിനും എല്ലാ ഗ്രൂപ്പുകാരും ഒന്നിനൊന്ന് മത്സരമാണ്. 50:50 അനുപാതത്തിൽ 50% വരുന്ന സർക്കാർ കോട്ടയിലുള്ള 900 സീറ്റുകളിൽ അഡ്വക്കേറ്റ് V. സാജൻ പ്രസാദ് പ്രൈവറ്റ് മെഡിക്കൽ കോളേജ് അസോസിയേഷൻ സെക്രട്ടറിയായി പ്രവർത്തിക്കുന്ന കാലയളവിൽ 2007 മുതൽ 2017 വരെ സംവരണ തത്വങ്ങൾക്ക് അതീതമായി സർക്കാർ മെഡിക്കൽ കോളേജിലെ അതേ ഫീസ് നിരക്കിൽ ഓരോ വർഷവും 15 സീറ്റ് എന്ന ക്രമത്തിൽ 183 സീറ്റുകൾ പ്രിവിലേജ്ഡ് സീറ്റുകളായി സർക്കാർ കോട്ടയിൽ നിന്നും അനുവദിച്ചു തന്നിരുന്നു. ഈ സീറ്റുകളുടെ എണ്ണവും ചേർത്ത് പെരുപ്പിച്ച് കാട്ടിയാണ് ക്രൈസ്തവിയലും മറ്റും കുട്ടികളുടെ പടം അച്ചടിച്ച് പ്രസിദ്ധീകരിച്ച് ആളുകളെ പറ്റിച്ചത്. വ്യാജ SIUC സർട്ടിഫിക്കറ്റ് നിർമ്മിതിയിൽ ചില സഭാ ശുശ്രൂഷകരും കുറ്റകരമായ
അനാസ്ഥയാണ് കാണിച്ചിട്ടുള്ളത്. പള്ളിപ്പണിക്കോ മിഷൻ വീട് പണിക്കോ ശമ്പള കുടിശ്ശിക തീർക്കുന്നതിനോ ബുദ്ധിമുട്ടുന്ന ചെറിയ സഭകളിൽ അവർക്ക് തുച്ഛമായ തുകയും കൊടുത്ത് ഇടനിലക്കാർക്കുള്ള തുകയും കൊടുത്തു കഴിഞ്ഞാൽ SIU സർട്ടിഫിക്കറ്റ് റെഡി. അല്പം പായസത്തിന് വേണ്ടി ജ്യേഷ്ഠാവകാശം വിറ്റ ഏശാവിൻ്റെ അവസ്ഥയിലാണ് SIUCക്കാർ. കച്ചവടക്കാർ കൊടുക്കുന്ന SIU സർട്ടിഫിക്കറ്റ് ഇപ്പോൾ ആർക്കും വേണ്ട. റവന്യൂ അധികാരികൾ കൊടുക്കുന്ന സർട്ടിഫിക്കറ്റ് മതി. കള്ള സർട്ടിഫിക്കറ്റ് നൽകുന്നതിന് ലക്ഷങ്ങൾ കൈപ്പറ്റി സഭ കുടുംബ രജിസ്റ്ററുകളും മിനിറ്റ്സ് ബുക്കും പോലും മാറ്റി പുതിയ രജിസ്റ്ററിൽ എഴുതി അന്വേഷണത്തെ അട്ടിമറിച്ച് ഇന്നും മഹായിടവയിൽ ഉന്നത സ്ഥാനത്തിരിക്കുന്നവരുമുണ്ട്. രജിസ്റ്ററുകൾ ഫോറൻസിക് പരിശോധനയിൽ വിധേയമാക്കിയാൽ സത്യാവസ്ഥ പുറത്തു വരും. മെഡിക്കൽ കോളേജിൻ്റെ സ്ഥാപനം ചിലർക്ക് അക്ഷയക്കനിയും മറ്റു ചിലർക്ക് പൊന്മുട്ടയിടുന്ന താറാവുമായി ഒരു ഗതിയും പരഗതിയുമില്ലാതെ വന്ന് അവിടം കൊണ്ട് വളർന്ന് വിസ്മയം തീർത്തവരുണ്ട്. ചിലർ ആൾസ്വാധീനം കൊണ്ടും അവിടെ നിന്നുള്ള കൊള്ള മുതൽ ഉപയോഗിച്ചും രാഷ്ട്രീയ നേട്ടങ്ങളും അർഹിക്കാത്ത കാര്യങ്ങളും നേടിയെടുത്തത് നമ്മുടെ മുന്നിലുണ്ട്. സിനഡ് ഭാരവാഹികൾ മുതൽ ഇങ്ങ് ബിഷപ്പുമാർ വരെ ദീപസ്തംഭം മഹാശ്ചര്യം, നമുക്കും കിട്ടണം പണം എന്ന മട്ടിൽ അധികാര കേന്ദ്രങ്ങളുടെ പിന്നിൽ വാലാട്ടികളായി നിൽക്കുന്ന ദയനീയ കാഴ്ചകൾ നമ്മൾ കണ്ടു. മന്ത്രിമാർ, രാഷ്ട്രീയ നേതാക്കൾ, നീതിനിർവഹണ ഉദ്യോഗസ്ഥർ, മറ്റ് ഉന്നത ഉദ്യോഗസ്ഥർ, എസ്റ്റേറ്റ് ഉടമകൾ എന്നിവരുടെ മക്കൾക്ക് മാനേജ്മെൻറ്റ് സീറ്റിൽ MBBS PGക്കും ഒക്കെ തരപ്പെടുത്തി കൊടുക്കുമ്പോൾ അവരിൽ നിന്നും വഴിവിട്ട സഹായങ്ങളും സേവനങ്ങളും പണവും ലഭിക്കും എന്ന് ആർക്കാണ് അറിഞ്ഞുകൂടാത്തത്? CSI സിനഡ് സെക്രട്ടറി അഡ്വക്കേറ്റ് ഫെർണാണ്ടസ് രത്തിനരാജയുടെ മകൻ NRI കോട്ടയിൽ MBBSന് പഠിച്ച കോഴ്സ് ഫീസായി ആകെ 20 ലക്ഷം രൂപയാണ് അടച്ചത്. കോഴ്സ് പൂർത്തിയാക്കി പോയെങ്കിലും എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ബാക്കി ഏകദേശം 80 ലക്ഷത്തോളം രൂപ ഇതുവരെ അടച്ചിട്ടില്ല. അഥവാ തുക അടച്ചിട്ടുണ്ടെങ്കിൽ അത് ഞാൻ അറിയുന്ന മുറയ്ക്ക്, ഔദ്യോഗികമായി അറിയുന്ന മുറയ്ക്ക് തന്നെ അടുത്ത എപ്പിസോഡിൽ ഞാൻ നിങ്ങളോട് ആ വിവരം പറയും. യഥാർത്ഥ SIUCക്കാരും മെഡിക്കൽ കോളേജിൻ്റെ ഉടമസ്ഥരും നമ്മുടെ കുട്ടികളാണോ? എന്തുകൊണ്ട് അവർ കോട്ടയ്ക്ക് പുറത്ത്? അവർ ചൈനയിലോ അമേരിക്കൻ ദ്വീപുകളിലോ അന്റാർട്ടിക്കയിലോ പോയി മെഡിക്കൽ വിദ്യാഭ്യാസം പൂർത്തിയാക്കി വന്നാൽ അവർക്ക് കാരക്കോണത്ത് ഇൻറ്റേൺഷിപ്പ് ചെയ്യുന്നതിന് പോലും അനുവാദമില്ല. എന്നിട്ടാണ് സാറ് മാധ്യമപ്പടയുടെ മുമ്പിൽ നിന്ന് SIUCക്കാരുടെ പേരിൽ ഗീർവാണം മുഴക്കുന്നത്. ലഭ്യമായ എല്ലാ അവസരങ്ങളും എല്ലാം വിൽപ്പന ചരക്കാക്കി SIUC സമൂഹത്തെ വഞ്ചിച്ച കുലംകുത്തികൾ ഇപ്പോൾ SIUCക്കാരുടെ അപ്പോസ്തലന്മാരാകുന്നത് എന്തിന് എന്നത് അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും അറിയാം. തിരുവനന്തപുരം കൺവെൻഷന് വേണ്ടി സജ്ജമാക്കിയ പന്തലിൽ ചെല്ലും ചെലവും കൊടുത്ത് സഭകളിൽ നിന്നും പ്രത്യേക വാഹനവും ക്രമീകരിച്ച് SIUC പ്രതിനിധി സമ്മേളനം എന്ന പേരിൽ SIUCക്കാരുമായി യാതൊരു കുലബന്ധം പോലുമില്ലാത്ത വ്യക്തികളെ വിളിച്ച് അവരുടെ മുമ്പിൽ SIUCയുടെ ശക്തി തെളിയിച്ചത് എന്തായാലും നന്നായി. ഇനി ചാതുർവർണ്ണയം ഒന്നും SIUCക്കാർ അനുഭവിക്കേണ്ടി വരില്ല. SIUC പ്രതിനിധികളായി 3 ബസ് നിറയെ കാരക്കോണത്ത് നിന്നും വന്ന നഴ്സിംഗ് വിദ്യാർത്ഥികൾ സദസ്സിനെ സമ്പുഷ്ടമാക്കി, അല്ലെങ്കിൽ ഒഴിഞ്ഞ കസേരകൾ നോക്കി പ്രസംഗിക്കേണ്ടി വരുമായിരുന്നു. ഒന്നുമില്ലെങ്കിലും പരമോന്നത അന്വേഷണ ഏജൻസിയുടെ പിടിയിൽ നിന്നും മറ്റ് ക്രിമിനൽ കേസുകളിൽ നിന്നും വിടുതൽ ലഭിക്കുമോ എന്ന് ശ്രമിച്ചു നോക്കൂ. ഒക്കുമെങ്കിൽ ഈ SIUC സമ്മേളനം കണ്ടവരോട് വരുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിൽ നമ്മുടെ ശക്തിക്കൊത്ത വിധം സീറ്റിനായി വിലപേശി നോക്കാം. ഒത്താലൊത്ത്, നഷ്ടപ്പെടാൻ ഒന്നുമില്ലല്ലോ. മുൻപൊരാൾ പേയ്മെൻറ്റ് സീറ്റിൽ പാർലമെൻറ്റിലേക്കും മറ്റൊരാൾ അസംബ്ലിയിലേക്കും മത്സരിച്ച് SIUCക്കാരുടെ ശക്തി ശരിക്കും അറിഞ്ഞത് വീട്ടിലിരിക്കുന്നത് ഓർമ്മ വെച്ചാൽ കൊള്ളാം. എയ്ഡഡ് സ്ഥാപനങ്ങളിൽ നടത്തിയ നിയമനങ്ങളിൽ SIUCക്കാരുടെ എണ്ണം അറിയുന്നതിന് നിയമമാർഗത്തിലൂടെ അപേക്ഷിച്ച SIUCക്കാരനായ എനിക്കും എൻ്റെ മക്കൾക്കും വധഭീഷണിയാണെങ്കിൽ പോളണ്ടിനെക്കുറിച്ച് ആരും ഒരക്ഷരവും മിണ്ടിപ്പോകരുത് എന്ന സിനിമാ ഡയലോഗാണ് എനിക്ക് ഓർമ്മ വരുന്നത്. എനിക്കോ എൻ്റെ മക്കൾക്കോ എന്തെങ്കിലും സംഭവിച്ചാൽ അതിന് ഉത്തരവാദിയെ തിരഞ്ഞു നടക്കേണ്ടതില്ലല്ലോ. വിവരാവകാശ അപേക്ഷ പ്രകാരം ലഭിക്കുന്ന വിവരങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരും. അതുവരെ ദൈവം നമ്മെ ജീവനോടെ കാത്തു സൂക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ സ്വന്തം ദേവപ്രസാദ് JP. 4-ാം സങ്കീർത്തനത്തിൻ്റെ 8-ൽ സങ്കീർത്തനക്കാരൻ പറയും പോലെ ഞാനും പറയും,
ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും. നീയല്ലോ യഹോവേ എന്നെ നിർഭയം വസിക്കുമാറാക്കുന്നത്.